നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിൻ്റെ 8.1 വരണം. അത് 8.2 ചെയ്തു. അത് കുറച്ച് സൈനും കോസും ടാനൊക്കെ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ആദ്യം അങ്ങോട്ട് പോയത്. എന്ന് വെച്ചാൽ ബേസിക്ക് നമ്മളൊരു നോർമൽ രീതിയിലല്ല പോണേ, കുറച്ച് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സംഭവം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി പറഞ്ഞ് അത് വെച്ച് ഞാൻ ട്രിഗണോമെട്രി പഠിപ്പിച്ച് അതിൽ നിന്ന് 8.2 പോയിട്ട് പിന്നെ 8.1 വന്നു. ഓക്കെ, അപ്പോൾ ഓർഡർ അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. അത് ചെയ്തിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ച് സിമ്പിളാവും ആക്ച്വലി. അപ്പോൾ ചോദിച്ചേക്കുന്ന ഒരു ട്രയാങ്കിൾ ABC ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ലെറ്റ് B എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് സൈൻ A കോസ് A, സൈൻ C കോസ് C കണ്ടുപിടിക്കുക. ഇത് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റിന് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. അവർ തന്നേക്കുന്ന നമ്പർ ഡയമെൻഷൻ വെച്ച് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ AB 24ഉം BC 7 സെൻറ്റിമീറ്ററും തന്നു. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ആ ഹൈപ്പോട്ടന്യൂസ് അങ്ങോട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഫസ്റ്റ് തിങ് അതങ്ങ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ പൈത്തഗോറസ് തിയറം അവിടെ ഉപയോഗിക്കുന്ന കാണാം. AC² = AB² + BC². അപ്പോൾ നമുക്കതിൽ നിന്ന് √625 എന്ന് കിട്ടും. അതായത് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. AB 24 സെൻറ്റിമീറ്ററും BC 7 സെൻറ്റിമീറ്ററും ഹൈപ്പോട്ടന്യൂസ് 25 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കാം. അവർ സൈൻ എയോ കോസയോ സൈൻ ബിയോ എന്ത് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ എ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സസൈസ് 8.2 നിങ്ങൾ ചെയ്ത ആൾക്കാർക്ക് കുറച്ച് തറവായിട്ടുണ്ടാവും. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ ഓപ്പോസിറ്റ് സൈഡ് എത്ര എ എന്ന് പറഞ്ഞൊരു ആംഗിളോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? BC ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? നമുക്ക് AC ആണ്. അപ്പോൾ BC/AC എന്ന് പറഞ്ഞ് ചെയ്യുന്നു. അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ 7/25 അങ്ങനെ ആൻസർ നമുക്ക് കിട്ടുന്നു. അത്രേ ഉള്ളൂ എൻ്റെ ഒരു പരിപാടി. ഇനി കോസ് A ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആംഗിൾ അത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ്, അതായത് ആംഗിളിൻ്റെ തൊട്ടടുത്തുള്ള സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എടുക്കരുത്, മറ്റേ അല്ലാത്ത സൈഡ്. അത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ആംഗിൾ എയുടെ തൊട്ടടുത്തുള്ള സൈഡ് AB ആണ്. AB ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AC ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിന് സൈൻ C ഒക്കെ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആ സെയിം ട്രയാങ്കിൾ തന്നെ ആംഗിൾ 90 ഡിഗ്രി തന്നെ ബിയിലാണ്. അതൊന്ന് ജസ്റ്റ് ദോശ മറിച്ചിടണ പോലെ ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ഹൈപ്പോട്ടന്യൂസ് സെയിം തന്നെയാണ്, BC സെയിം തന്നെയാണ്. അതൊന്ന് മറച്ചിട്ടു ഒരു എളുപ്പത്തിന് വേണ്ടി കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. അങ്ങനെ തന്നെ വരച്ച് തന്നെ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് എളുപ്പമാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയെല്ലാം സൈൻ C അല്ലെങ്കിൽ കോസ് C എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഐഡിയ കിട്ടും. ഇപ്പോൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതൊന്നും തിരിച്ചിടുന്നു എന്നുള്ളൂ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു ആംഗിളിൽ നിന്ന്, അതായത് പ്രാക്ടിക്കലി നമ്മൾ അവിടെ നിന്ന് ആ ഒരു ആംഗിളിൽ നിങ്ങളാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. അപ്പോൾ സൈൻ C എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡ് ടു C ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? സിയുടെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്, ഹൈപ്പോട്ടന്യൂസ് AC ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത് AB ഡിവൈഡ് ബൈ AC. അങ്ങനെ അതിൻ്റെ അകത്ത് എഴുതുന്നു. ഇനി കോസ് C അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റിലെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്? BC ആണ്. സിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് BC ആണ്, 7 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന സാധനങ്ങളുള്ളൂ, എന്ത് ചോദിച്ചാലും. അടുത്ത വേറൊരു പടം തന്നേക്കുന്നുണ്ട്. ആംഗിൾ Qയിൽ ആണ് 90 ഡിഗ്രി വന്നേക്കുന്നത്. എന്നിട്ട് PQR എന്നൊരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തരാത്ത ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ സൈൻ കോസ് ടാൻ എല്ലാം അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ ഫിഗറിൽ നിന്ന് ടാൻ Pയുടെ വാല്യൂ കണ്ടുപിടിക്കുക, കോട്ട് Rൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. ടാൻ P - കോട്ട് R, ഇതാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് നമ്മുടെ പൈത്തഗോറസ് ഏട്ടനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ആ QR എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടോ, പൈത്തഗോറസ് തിയറം വെച്ചിട്ട് PR² = PQ² + QR² എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് നമുക്ക് അറിയാത്ത ഏതാ? QR ആയിരുന്നു അറിയാത്തത്. അപ്പോൾ QR² = PR² - PQ² എന്ന് എഴുതി. അറിയാത്ത സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി അറിയുന്ന ക്വാണ്ടിറ്റീസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിച്ചു. അപ്പോൾ QR² = PR എന്ന് പറഞ്ഞാൽ 13 ആണ്. PR ഇവിടെ 13 തന്നിട്ടുണ്ട്. അതുപോലെ PQ 12 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യുന്നു. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ QR = 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി നമുക്കെന്താ ചോദിച്ചേക്കുന്നത്? ടാൻ P. അപ്പോൾ P എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ, ആ ആംഗിളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക.
ആംഗിൾ നമ്മൾ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ടാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, നേരെ ഓപ്പോസിറ്റിന് ക്യൂ ആർ ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്താണ്, ഒരിക്കലും ഹൈപ്പോട്ടിന്യൂസ് അഡ്ജസൻറ്റ് സൈഡായിട്ട് എടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പോട്ടിന്യൂസ് ഒക്കെ എഴുതി വെച്ചാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ അപ്പോൾ തന്നെ അങ്ങോട്ട് മാറിക്കോളും. ഓക്കെ, ഒരു സാധനം വരച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഹൈപ്പോട്ടിന്യൂസ് HYP എന്ന് എന്തെങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ മാറും. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഇതിൽ PQ ആണ്. അപ്പോൾ QR ഡിവൈഡ് ബൈ PQ. അപ്പോൾ നമുക്ക് 5/12 എന്ന് പറഞ്ഞാൽ ടാൻ പിയുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, കോട്ട് R കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോട്ട് R എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ R ആണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒന്ന് തിരിച്ച് ഒന്ന് ആംഗിൾ R മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണെന്ന് നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് നോക്കുക. അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ വേഗം ഒന്നൊരു റഫ്ലി ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് മാർക്ക് ചെയ്താൽ നമ്മുടെ കൺഫ്യൂഷൻസ് അപ്പാടെ മാറും. ഒരേ ട്രയാങ്കിൾ തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ, പക്ഷേ ഈ രണ്ട് ഇത് വരുമ്പോൾ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ ഹയർ ലെവലിലൊക്കെ നമ്മൾ അങ്ങനെ ഒറ്റ ട്രയാങ്കിളൊക്കെ തന്നെ പെട്ടെന്ന് മനക്കണക്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ നിങ്ങൾ ബേസിക് ലെവൽ പഠിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിളൊക്കെ വരച്ച് പഠിക്കുക. സോ ഇതിനകത്ത് QR ഡിവൈഡ് ബൈ PQ, അഡ്ജസ്റ്റൻറ്റ് സൈഡും ഇതും നമ്മൾ മാർക്ക് ചെയ്തു, എന്നിട്ട് അത് എടുത്തെഴുതുന്നു. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടാൻ P മൈനസ് കോട്ട് R എന്താണെന്നാണ്. അപ്പോൾ 5/12 മൈനസ് 5/12 നമുക്ക് ആൻസർ 0 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ ചോദിച്ചേക്കുന്ന ചോദ്യം സൈനെ 3/4 ആകുന്നുണ്ട്, കോസൈൻ ടാനൊക്കെ ചോദിക്കാം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ A വരയ്ക്കുന്നു, ബാക്കി രണ്ടും Bയും C ആണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം നമ്മൾ സൈൻ A എപ്പോഴും ആംഗിൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നമുക്ക് സൈൻ A 3/4 ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്, അതായത് BC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീസ്, അതായത് AC. അപ്പോൾ BC ഡിവൈഡ് ബൈ AC ആണ് ഈ 3/4. അപ്പോൾ BC അതിൽ നിന്ന് 3K എന്ന് എഴുതണമെന്നില്ല, 3 തന്നെ എഴുതിയാൽ മതി. അത് കുറച്ച് കൺഫ്യൂസിങ് ആയവർ 3 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ മറ്റേത് 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പൈത്തഗോറസ് തിയറം തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ AB കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. AC² = AB² BC² എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ആ K എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം എന്തായാലും K കട്ടായി പോകും. അപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4K - 3K അല്ലെങ്കിൽ 4 - 3 16 - 9 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 7 AB = √7 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ AB എന്ന് പറഞ്ഞ വാല്യൂ 7K അല്ലെങ്കിൽ √7K എന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി നമുക്ക് എന്ത് എടുത്ത് എഴുതാമല്ലോ, ഇതിനകത്ത് ചോദിച്ചേക്കുന്ന എന്തും നമുക്ക് എഴുതാം. കോസ് A എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീസ്. അതായത് ഇതിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താവും, നമ്മുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡായ A ആണ്. Aയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് √7 എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ √7K ഡിവൈഡ് ബൈ 4K, അതായത് √7/4 എന്ന് പറഞ്ഞാൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞില്ല, K എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ടാൻ നമുക്ക് എഴുതാം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്. അപ്പോൾ 3K / √7K. അപ്പോൾ K എഴുതണമെന്നില്ല കേട്ടോ, നിങ്ങൾ 3ഉം 4ഉം അങ്ങനെയായിട്ട് K ഇടാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സാധനം ഇതിൽ നിന്ന് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാവുന്നേ. അപ്പോൾ രണ്ട് കാര്യം നമ്മുടെ സ്ട്രോങ് ആയിട്ടിരിക്കുക. പൈത്തഗോറസ് തിയറം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ ചെയ്യണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് സ്ക്വയർ ചെയ്യാവുന്നുള്ളൂ, സിമ്പിളായിട്ട് എന്നിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി ചോദ്യം കുറച്ച് ട്വിസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവന്മാർ ചോദിച്ചത്. ഗിവൺ 15 കോട്ട = 8 ഫൈൻഡ് സൈൻ ആൻഡ് സി K. അപ്പോൾ ഈ 15 കോട്ട എന്ന് പറഞ്ഞ് എഴുതിയിട്ട് = 8 എന്ന് എഴുതിയിൽ വലിയ കഥയൊന്നുമില്ല. കാരണം അതിൽ നിന്ന് 15 × കോട്ട എന്നുള്ളത് = 8 എന്ന് എഴുതി, അതിന് പകരം കോട്ട = 8 ഡിവൈഡ് ബൈ 15 എഴുതിയാൽ മതി. മനസ്സിലായി? ആ 15 RHSലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. കാണിച്ചു തരാം, ഇങ്ങനെ എഴുതിയാൽ മതി. കോട്ട = 8/15 അല്ലേ, 15 നേരത്തെ ലെഫ്റ്റിലായിരുന്നു, അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 8/15 ആയി. ഇനി അത് ഒരു ട്രയാങ്കിൾ ചുമ്മാ വരയ്ക്കുക. K എഴുതണം നിർബന്ധമില്ല, എഴുതി ശീലിച്ചാൽ നല്ലത്. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കണം എന്താ, ട്രയാങ്കിൾ ABC പറഞ്ഞിട്ടുണ്ട്. അതിൽ കോട്ട് Aയുടെ വാല്യൂ ആണ് 8/15 എന്ന് പറഞ്ഞേക്കണം. കോട്ട് A എന്ന് പറയുമ്പോൾ എന്താ, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ അഡ്ജസൻ്റ് ആണ് AB എന്ന് കാണിച്ചേക്കുന്നത്, ഓപ്പോസിറ്റ് ആണ് BC എന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ABയും BCയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് AC കണ്ടുപിടിക്കണം. സിമ്പിൾ, നമ്മുടെ പൈത്തഗോറസ് തിയറം AC² = AB² + BC². അപ്പോൾ അതിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് AC = 17 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അവരെന്ത് സൈനോ കോസോ ടാനോ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാവുന്നുള്ളൂ. ഇതിൽ സൈൻ A എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് ആയത് 15 ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഇപ്പോൾ കിട്ടി.
17 എന്ന് പറഞ്ഞു. അപ്പോൾ 15/17 കിട്ടി. ഇനി സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസ്റ്റൻ്റാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് AC ആണെന്നറിയാം, AB അറിയാം, നമുക്ക് 17/8 എന്ന് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഒറ്റയടിക്കുക രണ്ട് ആൻസറും കിട്ടുന്നു. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ തരാം. ഗിവൺ സീക്ക് തീറ്റ ഈക്വൽ ടു 13/12. അപ്പോൾ കാൽക്കുലേറ്റ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് ബാക്കി ടാൻ, സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക്, കോട്ട്, സീക്ക് തന്നിട്ടുണ്ട്, കൊസീക്ക്, കോട്ട് എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രയാങ്കിൾ വരച്ച് തന്നെ ചെയ്യുക, അതാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞ ഗ്രീക്ക് ലെറ്റർ ആട്ടോ ബേസിക്കലി, വേറെ ഒന്നുമില്ല. അത് ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുന്ന ഒരു ലെറ്ററാന്നേ ഉള്ളൂ. ഹയർ ലെവൽസിൽ തീറ്റ മാത്രമല്ല ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെ പല കോഡിങ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നേക്കുന്നതനുസരിച്ച് സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താ, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ AC/AB ആണ്. AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്, AB എന്ന് പറഞ്ഞാണ് നമ്മുടെ അഡ്ജസൻ്റ്. സോ അത് 13/12 എന്ന് പറഞ്ഞ് എഴുതി. നമ്മൾ പൈത്തഗോറസ് തിയറം വെച്ച് ബാക്കിയുള്ള BC ഈ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇനി കാണിക്കണമെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. കാൽക്കുലേറ്റ് തന്നെ നോക്കുക, നമ്മൾ ജസ്റ്റ് വീഡിയോ കൺസ്യൂം ചെയ്ത് പോകാതെ വർക്കൗട്ട് ചെയ്യുക. ഞാനതിൽ ഒരു എയ്ഡായിട്ട് തരുന്നതേ ഉള്ളൂ, ഇത് നിങ്ങൾ വർക്കൗട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ത്. സൈൻ തീറ്റ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാം, 5 ആണ്. ഹൈപ്പോട്ടന്യൂസ് 13. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ഏതാണെന്നറിയാം, ഇത് എഴുതാം. അങ്ങനെ ടാൻ തീറ്റ അതേപോലെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ എല്ലാം വിത്ത് റെസ്പെക്ട് ടു ഈ ആംഗിളാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരുമ്പോൾ ആംഗിൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ഓപ്പോസിറ്റ് OP ഹൈപ്പോട്ടന്യൂസ് HYP എന്നും അഡ്ജസൻറ്റ് ADJ എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ കുറേയൊക്കെ മാറി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യത കുറവാണ്. കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരാൻ പോണേ. അടുത്തൊരു പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ആംഗിൾ A ആൻഡ് ആംഗിൾ B അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് പറയുന്നത്. അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. 90 ഡിഗ്രി താഴെയുള്ള ആംഗിൾസ് ആണെന്ന് പറയുന്നുണ്ട്. കോസ് A ഈക്വൽ ടു കോസ് B ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Aയും ആംഗിൾ B ഈക്വലാന്ന് ഒന്ന് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കിൾ ഒരെണ്ണം വരയ്ക്കുക. അതിൽ ആംഗിൾ Aയുടെ അനുസരിച്ച് AC/AB ആയിരിക്കും. AB ആണ് ഹൈപ്പോട്ടന്യൂസ് രണ്ട് കേസിലും. അഡ്ജസൻറ്റ് സൈഡ് ചെറുതായിട്ട് മാറും. അതായത് ആംഗിൾ Aയുടെ അഡ്ജസൻറ്റ് സൈഡ് AC ആയിരിക്കും, ആംഗിൾ Bയുടെ അഡ്ജസൻറ്റ് സൈഡ് BC ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. കോസ് A ഈക്വൽ ടു AC/ABയും കോസ് B ഈക്വൽ ടു BC/AB എന്ന് പറഞ്ഞ് വരുന്നു. അപ്പം നമുക്ക് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രകാരം പറഞ്ഞേക്കുന്നത് കോസ് Aയും കോസ് Bയും ഈക്വലാണെന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഈ AC/ABയും BC/AB ഈക്വലായിരിക്കണം. അപ്പോൾ അതിൽ ആ AB ഡിനോമിനേറ്റർ അത് ക്യാൻസലായി പോകുന്നു. അപ്പോൾ AC ഈക്വൽ ടു BC എന്ന് പറഞ്ഞ് വരുന്നു. അതായത് ഇങ്ങനെ ഒരു AC ഈക്വൽ ടു BC എന്ന് പറഞ്ഞ് വരുന്നു. ഈ റൈറ്റ് ട്രയാങ്കിൾ വരച്ചേക്കുന്ന ഇപ്പോൾ നോക്കണ്ട, ഒരു ട്രയാങ്കിളാണെന്ന് ജസ്റ്റ് കരുതുക. അപ്പോൾ AC ഈക്വൽ ടു BC വരുന്നു. അപ്പോൾ വിച്ച് മീൻസ് ആംഗിൾ Aയും ആംഗിൾ B ഈക്വലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ട്രയാങ്കിളിൻ്റെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസ്, അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അങ്ങനെ ആ ഒരു സെൻസിൽ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ B എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയോ. ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് ഞാൻ അതിൽ സിയിൽ നിന്ന് ഒരു AB-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് വേറെ മെത്തേഡാണ്. ഈ മെത്തേഡ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് തന്നേക്കുന്ന കോസ് A ഈക്വൽ ടു കോസ് B എന്നാണ്. അപ്പോൾ ഞാൻ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. ആംഗിൾ Aയും ആംഗിൾ B ഈക്വലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ചിട്ട് സിയിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് തൽക്കാലം നമുക്ക് ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് കോസ് A കിട്ടുന്നത്. അപ്പോൾ കോസ് A എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ AO ബൈ AC ആണ്. അതേപോലെ നമ്മുടെ കോസ് B എന്ന് പറയുമ്പോഴത്തേക്കും BO ബൈ BC ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ റേഷ്യോ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. AO ബൈ AC, ആ BO താഴത്തേക്കും AC മുകളിലേക്കും കൊണ്ടുപോകുന്നു. AO ബൈ BO ഈക്വൾ AC ബൈ BC എന്ന് കിട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇതാണ്. ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങളിനി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ട്. എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിളും നമ്മൾ സെപ്പറേറ്റ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ആംഗിൾ ഈക്വലാണ്, അത് AC ഈക്വൽ ടു BC. അൾട്ടിമേറ്റ്ലി എന്താ പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ACയും BCയും ഈക്വലാന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് മനസ്സിലായോ, ഈ
ട്രയാങ്കിളിലെ ഈ എ സി ഈക്വൽ ടു ബി സി വന്നാൽ മാത്രമാണ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവുള്ളൂ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. നമ്മൾ ജസ്റ്റ് ആ ട്രയാങ്കിൾ വരച്ചിട്ട് ഈ എ സി ബൈ എ ബിയും രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് ആണ് കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 കോട്ട് തീറ്റ ഈക്വൽ ടു 7/8 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 + sin തീറ്റ 1 - sin തീറ്റയും 1 + cos തീറ്റ ബൈ 1 - cos തീറ്റ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കോട്ട് സ്ക്വയർ തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സിമ്പിളി ഒരു എന്താണ് ഇതിൻ്റെ ബാക്കി ഒരു റേഷ്യോ വന്നിട്ട് ബാക്കിയുള്ള റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ബാക്കിയുള്ള റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പ്ലസും മൈനസൊക്കെ ചെയ്ത് നമ്മൾ തന്നെ കൺഫ്യൂസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും തരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക ഫസ്റ്റ്, അത് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നേക്കണ കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്സ് അഡ്ജസൻ ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസൻ എന്ന് പറഞ്ഞാൽ എ ബിയും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ആണ്. അപ്പോൾ 7/8 എന്ന് പറഞ്ഞ് കിട്ടി. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ ബാക്കിയുള്ള സൈഡും കണ്ടുപിടിക്കുന്നു. അപ്പോൾ കെ ഉപയോഗിക്കണം നിർബന്ധമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ കിട്ടും. അതിൽ നിന്ന് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ബി സി ബൈ എ സി, അതപ്പോൾ 8/√(113) കിട്ടും. കോസ് തീറ്റ ഈക്വൽ ടു 7/√(113) കിട്ടും, അഡ്ജസൻ ബൈ ഹൈപ്പോട്ടനസ് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കും. ചോദ്യത്തിൻ്റെ അകത്ത് നമുക്ക് 1 + sin തീറ്റ × 1 - sin തീറ്റ ബൈ 1 + cos തീറ്റ × 1 - cos തീറ്റ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുളമാക്കുന്നേക്കാളും നല്ലത് നമുക്ക് മുകളിലത്തെ ഡിനോമിനേറ്റർ a + b × a - b ഫോർമാറ്റിലാണ് കിടക്കണം. അപ്പോൾ a + b × a - b എന്താ, a² - b². അപ്പോൾ 1 + sin തീറ്റ × 1 - sin തീറ്റ, അതായത് a + b. എൻ്റെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് സൈൻ തീറ്റ കിടക്കണം അല്ലേ. a + b × a - b. താഴെ അങ്ങനെ തന്നെ കിടക്കണേ, a + b × a - b. അപ്പോൾ അതാണ് ഇവർ സിംപ്ലിഫൈ ചെയ്ത് 1 - sin² തീറ്റ ബൈ 1 - cos² തീറ്റ എന്ന് പറഞ്ഞ് ആക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സൈനും കോസും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യുക സംഭവം. അപ്പോൾ 1 - 8/√(113) വരും. അപ്പോൾ 64/113 റൂട്ട് പോകുമല്ലോ, √113യുടെ റൂട്ട് മാത്രം പോകും. അതേപോലെ 7ൻ്റെ ഡബിൾ 7ൻ്റെ സ്ക്വയർ 49ഉം ആ റൂട്ട് പോകുന്നു. അങ്ങനെ 49/113/64/113 എന്ന് പറയുമ്പോൾ 49/64 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ചെയ്യാനുള്ള വഴി. ഇതിലും കുറച്ചും കൂടി സിംപ്ലിഫൈഡ് വഴിയുണ്ട്, അതൊന്ന് നമ്മൾ അടുത്ത എക്സസൈസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ 1 - sin² തീറ്റ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റിയാണ്, ഐഡൻറ്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതിന് വേറൊരു പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് തന്നെത്താനെ മനസ്സിലായിക്കോളും. ഇനി അടുത്ത ചോദ്യം കോട്ട് സ്ക്വയർ തീറ്റയാണ്. കോട്ട് തീറ്റ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 7/8. അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/8 ഹോൾ സ്ക്വയർ. അപ്പോൾ ആ പ്രോബ്ലം അങ്ങനെ സോൾവ് ആയി. അടുത്ത ചോദ്യം 3 കോട്ട് എ ഈക്വൽ ടു 4 എന്ന് പറയുന്നുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, കോട്ട് എ ഈക്വൽ ടു 4/3 എന്നാണ് തന്നേക്കുന്നത്. അത് ആ ചോദ്യം കാണുമ്പോൾ നമ്മൾ മനസ്സിലത് മനസ്സിലാക്കിക്കോളാം. എന്നിട്ട് ചെക്ക് വെതർ 1 - tan² a ബൈ 1 + tan² ഈക്വൽ ടു cos² a - sin² a. അതായത് ഇതിൽ LHS RHS സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ട് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് സംഭവം. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ആവശ്യമുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം കണ്ടുപിടിക്കണം. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടാനിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ടാൻ എ എന്താണെന്ന് കണ്ടുപിടിക്കണം, കോസ് എ എന്താണെന്ന് കണ്ടുപിടിക്കണം, സൈൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. എ ബി എന്താണെന്ന് കിട്ടി. കോട്ടയെന്ന് പറയുമ്പോൾ 4/3 ആണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി, അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നു. അപ്പോൾ 4/3 കിട്ടി. ഇനി എ സി എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നു. 5 ആണെന്ന് നമുക്ക് കിട്ടി. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഇനി സൈനും കോസ് ടാൻ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുന്നു. ടാൻ എന്ന് പറയുമ്പോൾ കോട്ടിൻ്റെ റിവേഴ്സാണ്. അപ്പോൾ കോട്ട് 4/3 ആണെങ്കിൽ 3/4. അതിൽ വേറെ ചോദ്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമുക്ക് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് 3ഉം ഹൈപ്പോട്ടന്യൂസ് 5. അപ്പോൾ 3/5 അങ്ങനെ കിട്ടുന്നു. കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻ്റ് 4ഉം ഹൈപ്പോട്ടന്യൂസ് 5ഉം. അപ്പോൾ 4/5 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി നമ്മൾ LHS സോൾവ് ചെയ്യുന്നത് 1 - tan² a ബൈ 1 + tan² ആണ് LHS ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ ടാൻ എ എന്ന് പറഞ്ഞാൽ 3/4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 - 3/4 ഹോൾ സ്ക്വയറും 1 + 3/4 ഹോൾ സ്ക്വയറും ചെയ്യുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 7/25 കിട്ടുന്നു. ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ക്വസ്റ്റ്യൻ cos² a - sin² a ആണെന്നാണ്. അപ്പോൾ കോസ് എ എന്ന് പറയുമ്പോൾ 4/5 ഹോൾ സ്ക്വയർ വരും. സൈൻ എ എന്ന് പറയുമ്പോൾ 3/5 ഹോൾ സ്ക്വയർ ചെയ്യും. അത് ചെയ്യുമ്പോഴും 7/25 കിട്ടുന്നു. അതായത് LHSഉം RHSഉം ഇവിടെ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആണെന്ന് നമ്മൾ ഹെൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞ് എഴുതുന്നു.
ഇനിയൊരു ചോദ്യം, ആംഗിൾ എ ബി സി ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ആംഗിൾ ബിയിലാണ് അയക്കണേ, ടാൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ബാക്കി നേരത്തെ തന്ന പോലത്തെ സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി എന്നൊക്കെ പറഞ്ഞ് 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം, നമുക്ക് ഡ്രോ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ടാൻ എ എന്ന് പറഞ്ഞാൽ 1/√3 തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ആണല്ലോ ടാൻ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 1ഉം അഡ്ജസ്റ്റൻ്റ് √3 എന്ന് എഴുതുന്നത്. കെ എന്ന് പറഞ്ഞാൽ 1K ആണ്, √3K എന്ന് പറഞ്ഞാൽ √3 തന്നെ. അപ്പോൾ അതാണ്, അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് കിട്ടും എന്തായാലും. ഇനി എന്നിട്ട് എന്ത് ചെയ്യും, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ AC² AB² + BC² ചെയ്യുന്നു. അതിൽ നിന്ന് AC അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ 2 കിട്ടുന്നു. ഇനി സൈൻ എ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്താണ് 1, ഹൈപ്പോട്ടന്യൂസ് എന്താണ് 2. സോ 1/2 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതുപോലെ കോസ് എ കണ്ടുപിടിക്കുന്നു, കോസ് എ √3/2 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നു. അതായത് കോസ് എ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഇതാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് √3, ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. അപ്പോൾ √3/2 എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ സൈൻ സിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, സൈൻ സിയും കോസ് സിയും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള എല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ആംഗിൾ സി വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ആംഗിൾ സിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്നുള്ള അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞതാണ് അഡ്ജസൻറ്റ് സൈഡും. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും അത് തന്നെ സെയിം AC എന്ന് പറഞ്ഞത്. അപ്പോൾ 1 സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, √3 ആണ് സൈൻ സിയുടെ ഓപ്പോസിറ്റ്. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് √3ഉം അഡ്ജസൻറ്റ് സൈഡ് 1ഉം ആണ്. അപ്പം കോസ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 വരും. അതേപോലെ സൈൻ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് √3ഉം ഹൈപ്പോട്ടന്യൂസ് 2 ആണ് വരുന്നത്, √3/2 എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കിയിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. ഇനി നമ്മൾ ചോദ്യം ചുമ്മാ ഈ വാല്യൂ എടുത്തങ്ങ് സോൾവ് ചെയ്യാം. സൈൻ എ ഇൻറ്റു കോസ് സി. അപ്പോൾ സൈൻ എ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, സൈൻ എന്ന് പറഞ്ഞാൽ 1/2 എന്ന് കണ്ടുപിടിച്ചു. കോസ് സി എന്താണെന്ന് ഇവിടെ കണ്ടുപിടിച്ചു, 1/2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, 1/2 + 1/2 1/2 × 1/2 പ്ലസ് കോസ് എ എന്താണ് ഇവിടെ കിട്ടിയേക്കുന്നത്, √3/2. സൈൻ സി എന്താണ് കിട്ടിയേക്കുന്നത്, √3/2. അപ്പോൾ പ്ലസ് സൈൻ എക്ക് പകരം 1/2, കോസ് സിക്ക് പകരം 1/2 കിട്ടി, കോസ് ഐക്ക് പകരം √3/2 കിട്ടി, സൈൻ സിക്ക് പകരം √3/2 കിട്ടി. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി വേറൊരു അതിൽ തന്നെ പെടുന്ന വേറൊരു ചോദ്യമാണ് കോസ് എ കോസ് സി - സൈൻ എ സൈൻ സി എന്താണെന്നുള്ളത്. അത് കോസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ് എ എന്ന് പറഞ്ഞാൽ √3/2 നമ്മൾ കിട്ടിയിട്ടുണ്ട്, കോസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിട്ടിയിട്ടുണ്ട്, സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിട്ടിയിട്ടുണ്ട്, സൈൻ സി എന്ന് പറഞ്ഞാൽ √3/2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0 എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നു. ഇനി അവർ കുറച്ചും കൂടി ട്വിസ്റ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ഒരു ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് Q ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡുകൾ ആഡ് ചെയ്തിട്ട് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, PQ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 5 തന്നിട്ടുണ്ട്. എന്നിട്ട് സൈൻ പി കോസ് പി ടാൻ പി ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു ചോദ്യങ്ങൾ ട്വിസ്റ്റ് അടിച്ച് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തിനും ഏതിനും നമ്മുടെ പൈത്തഗോറസ് ചേട്ടനാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആദ്യം PQR ട്രയാങ്കിൾ വരയ്ക്കുക, ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ ഓരോ വഴികൾ തെളിഞ്ഞു വരും. ഇനി PQ എന്ന് പറഞ്ഞ വാല്യൂ 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി 2 സൈഡിൽ PR-ഉം QR-ൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ തന്നേക്കണേന്നാണ് നമുക്ക് തന്നേക്കുന്നത്, അതാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2ൻ്റെ PR-ൻ്റെ QR-ൻ്റെ സെപ്പറേറ്റർ ഇല്ല, അതെന്തും ആവും. ചിലപ്പോൾ 17 8 25 അല്ലെങ്കിൽ 10 15 25. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ലെറ്റ് PR be X, PR-ന് പകരം ഞാൻ X എന്ന് അതിനെ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് QR-നെ X ആണെങ്കിൽ QR എന്ന് പറയുമ്പോൾ 25 - X എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ എഴുതിയേക്കുന്നത്. എന്നിട്ട് നമ്മൾ PR² = നമ്മുടെ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുന്നു. PR² എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. PR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് എന്ന് പറഞ്ഞാൽ PQ, ഓൾട്ടിറ്റ്യൂഡ് QR. അപ്പോൾ അതാണ് ചെയ്തേക്കുന്നത്, PQ² + QR². എന്നിട്ട് നമുക്ക് PR നമുക്ക് X എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, PQ നമുക്ക് തന്നിട്ടുണ്ട് 5 എന്ന്, QR തന്നിട്ടില്ല. അപ്പോൾ 25 - X നമ്മൾ നേരത്തെ എഴുതി. അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറുന്നതാണ്. X² = 5² 25 ആണ്. ഇത് 625 - 50 X + X² എന്നൊക്കെ പറഞ്ഞ് വരുന്നു. ക്വാഡ്രാറ്റിക് ആവില്ല, X² ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുള്ള X² ക്യാൻസലായി പോവും. ലാസ്റ്റ് നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 50X = 650 എന്ന് പറഞ്ഞ് കിട്ടുന്നു, അല്ലെങ്കിൽ X = 13 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് X എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇട്ടാൽ ഈ PQ ആണ് PR, അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 13 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും,
നമുക്ക് ടോട്ടൽ പറഞ്ഞാൽ പി ആർ പ്ലസ് ക്യു ആർ 25 എന്നാണല്ലോ. അപ്പോൾ നമുക്ക് പി ആർ 13 കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യു ആർ 12 ആയിരിക്കുമല്ലോ. 13ഉം 12 ആണല്ലോ 25 വരണ്ടേ. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സൈൻ പിയും കോസ് പിയോ ടാൻ പി എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ആംഗിൾ പി ഇവിടെ ഉണ്ട്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് പി ക്യു ആണ്, ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ ആണ്. അപ്പോൾ സൈൻ പി കോസ് പി ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. സൈൻ പി എന്ന് പറഞ്ഞാൽ ക്യു ആർ ബൈ പി ആർ ആണ്. അത് കണ്ടുപിടിക്കുന്നു. കോസ് പി കണ്ടുപിടിക്കുന്നു. ടാൻ പി കണ്ടുപിടിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് വെദർ ഫോളോയിങ് ആർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, വേറെ രീതിക്ക് ചോദിക്കാം. ടാനയുടെ വാല്യൂ ഓൾവേസ് 1 ആണോ എന്നൊക്കെ ചോദിച്ചത് ഒരു തെറ്റായ, എൻ്റെ ഉത്തരം തെറ്റാണ്. കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എന്ത് ലെങ്ത് വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് ടാനയുടെ വാല്യൂ ഡിഫറൻറ്റ് വരാം. അല്ലാണ്ട് 1 തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ കണ്ടതിൽ തന്നെ പല വാല്യൂസ് വരുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ടാൻ പി എന്ന് പറയുന്നത് ഇപ്പോൾ ടാൻ പി 12/5 എന്ന് പറയുമ്പോൾ 12/5 എത്ര വരും? 2 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ 1 അല്ല. അപ്പോൾ ആ ഒരു കാര്യം തെറ്റാണ്. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് സി കെ ഈക്വൽ ടു 12/5 ഫോർ സം വാല്യൂ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി കെ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്ന ചോദ്യം കറക്റ്റാണോ എന്ന് പറയാൻ വേണ്ടി സി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം എപ്പോഴും. അപ്പോൾ നമുക്ക് 12/5 എന്നാണല്ലോ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നേക്കണേ 12/5. അപ്പോൾ സി കെ 12/5 എന്ന് പറയുമ്പോൾ 12/5 എന്ന് പറയുമ്പോൾ 2.4 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. 12/5 ചുമ്മാ ചെയ്ത് നോക്കുമോ 12.4 കിട്ടും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ മീൻസ് അങ്ങനത്തെ ഒരു റേഷ്യോ വരാം. അത് കറക്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ് ഈസ് അബ്രിവേഷൻ യൂസ് ഫോർ കൊസിക്കൻഡ് ഓഫ് ആംഗിൾ എ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? അല്ല. അബ്രിവേഷൻ ഓഫ് കൊസിക്കൻഡ് ഓഫ് എ ആണ് കൊസിക്ക്. കോസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രിവേഷൻ ഓഫ് കൊസൈൻ ഓഫ് എ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് ആ വേർഡിങ്സ് ഓർത്ത് വയ്ക്കണേ. കോസ് എന്ന് പറഞ്ഞാൽ കൊസൈൻ, മറ്റേ കൊസിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. അടുത്ത സീക്കൻറ്റിന് വേണമെങ്കിൽ സീക്ക് എന്ന് എഴുതും, ടാൻജൻറ്റിന് വേണമെങ്കിൽ ടാൻ എന്ന് എഴുതും. അങ്ങനെയൊക്കെയാണ് സംഭവം. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്. പിന്നെ കോട്ട് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കോട്ട് ആൻഡ് എ അല്ലല്ലോ, കോട്ട് ഓഫ് ആംഗിൾ എ എന്നാണ്. അല്ലാണ്ട് കോട്ട് ഇൻറ്റു എ എന്നല്ലോ നമ്മൾ എഴുതുന്നത്. ഒരിക്കലും പ്രോഡക്റ്റ് അല്ല. അത് എ എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. കോട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം എഴുതി അതിലൊരു അർത്ഥമില്ല. കോട്ട് ഓഫ് എന്തെങ്കിലും ഒരു സാധനം ആംഗിൾ എന്നോ ചക്കാന്നോ തേങ്ങാന്നോ തീറ്റാന്നോ എന്തായാലും നമ്മൾ എഴുതിയിരിക്കണം. എങ്കിലാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് സൈൻ തീറ്റയ്ക്കുള്ള 4/3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സൈൻ തീറ്റയ്ക്ക് 4/3 ഫോർ സം ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടനസ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞതനുസരിച്ച് സൈൻ തീറ്റകളുടെ 4/3 എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമോ? ഇല്ല. കാരണം അഡ്ജസൻറ്റ് സൈഡ് 4ഉം ഹൈപ്പോട്ടനസ് 3. അപ്പോൾ ഹൈപ്പോട്ടനസിനേക്കാളും ബാക്കി 2 സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് വലുതായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ അത് തെറ്റാണ്. അതുമാത്രമല്ല, നമ്മൾ സൈൻ തീറ്റയുടെ വാല്യൂ 4/3 എന്ന് പറഞ്ഞാൽ 4/3 എന്ന് പറഞ്ഞാൽ 1.2 അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ ജസ്റ്റ് കൂട്ടി നോക്കുക. 4/3 സൈൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 തന്നെ. അപ്പോൾ ആ 2 രീതിയിലും ഇത് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതായത് ഹൈപ്പോട്ടനസ് എപ്പോഴും വലുതായിരിക്കണം. ആ ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് പോസിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണോ അല്ലേന്ന്. അപ്പോൾ സച്ച് വാല്യൂ ഓഫ് സൈൻ തീറ്റ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി പോയി എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം 8.2 കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻസിലോ അല്ലാണ്ട് ചോദിക്കുക. ഓക്കെ.